ചേച്ചി എത്രാമത്തെ പൊങ്കാലയ്ക്ക് ചോദിച്ചാൽ എണ്ണം ഉണ്ടോ? എന്റെ 3ാമത്തെ പൊങ്കാലയാണ്. പക്ഷെ എന്റെ ഒരു ഫാമിലിയില് അമ്മയൊക്കെ ആയിട്ട് കുറെ വർഷമായി. അപ്പൊ അതൊന്നും അവരെണ്ണം എടുത്തിട്ടില്ല. അപ്പൊ അമ്മയുടെ കൂടെയാണ് ഞാൻ എല്ലാ വർഷവും ഈ 3 വർഷം പൊങ്കാലയ്ക്ക് വന്നത്. അതൊരു അമ്മ ഞങ്ങളെ വിട്ടു പോയി. അപ്പൊ അതുകൊണ്ട് അമ്മയുടെ സങ്കല്പത്തിലാണ് ഇപ്പൊ ഞാൻ പൊങ്കാല ഇടുന്നത്. അതുകൊണ്ട് എല്ലാ വർഷവും പ്രാർത്ഥിക്കാറുണ്ട് ഈ അടുത്ത വർഷം വരാൻ പറ്റണേന്ന്. അങ്ങനെ 3 വർഷമായിട്ട് മുടങ്ങാതെ വരാൻ പറ്റി. അതൊരു വലിയ ഭാഗ്യം. അവരൊക്കെ നമ്മളോട് സംസാരിച്ചാൽ അവരൊക്കെ ആദ്യമായിട്ടാണ്. പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ടായാലും കൂടെ ഉള്ള ചേച്ചിമാരൊക്കെ നമ്മൾ സഹായിച്ചതാണ്. നല്ല സന്തോഷമാണ്. കാരണം ഞാൻ ആദ്യം വരുമ്പം ഇവിടെ ചാന്ദിനി ചേച്ചിയും ഫുൾ എൻറ്റയർ ഗ്യാങ് ഉണ്ടായിരുന്നു. അവര് നമ്മളെ പറഞ്ഞു തന്നു. നമുക്കൊന്നും അറിയില്ല. നമ്മള് വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള ശീലമേ ഉള്ളൂ, അമ്മ പറഞ്ഞു തന്നിട്ടുള്ള ശീലങ്ങളേ ഉള്ളൂ. പക്ഷെ പോരായ്മകളൊക്കെ അവര് നികത്തി തന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. അപ്പൊ അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു പൊങ്കാലയുടെ ഏറ്റവും വലിയൊരു സന്തോഷം. അത് തന്നെയാണ്. കാരണം കുറെ ഈ പറഞ്ഞ പോലെ നമ്മൾ പൊങ്കാലയ്ക്ക് മാത്രം കാണുന്ന കുറെ ആളുകൾക്ക് അപ്പൊ അങ്ങനെ ഒരു സന്തോഷം. ആര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഷെയറിങ്ങും ഒക്കെ മെന്റാലിറ്റി വരുന്നോട്ട് വലിയ സന്തോഷം. എന്നാ വന്നേ ഇങ്ങോട്ടേക്ക്? ഇത് തന്നെയാണോ സ്ഥിരം? എല്ലാ വർഷവും ഇവിടെയാണോ? എല്ലാ വർഷവും ഇവിടെ. ഇപ്പൊ 3 വർഷമായിട്ട് ഇവിടെ തന്നെയാണ് ഇടുന്നത്. ഞങ്ങളൊരു തലേദിവസം വരും, അമ്പലങ്ങളിലൊക്കെ തൊഴാൻ പോയിട്ട് അമ്മയെ കണ്ടു തൊഴുതു, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി. പിന്നെ ഇതിനുള്ള ഒരു ഒരുക്കം എന്ന് പറയുന്നത് ഒരാഴ്ച മുമ്പ് അല്ല, ഒരു മാസം മുന്നേ തുടങ്ങും. നമ്മൾ എന്ത് ഇടണം, എങ്ങനെ പോണം, എവിടെ താമസിക്കും, എന്ത് ഭക്ഷണം കഴിക്കും, എന്തൊക്കെ വ്രതങ്ങൾ നോക്കണം. അപ്പൊ അതൊരു വലിയ സന്തോഷമാണ്. കാരണം നമുക്ക് എത്താൻ പറ്റാത്ത എത്രയോ പേരുണ്ട്. പക്ഷെ ആരോഗ്യ പ്രശ്നങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ കാരണം വരാൻ പറ്റാത്തവരുണ്ട്. അവർക്കൂടെ വേണ്ടിയിട്ട് ഈ വർഷം നമ്മൾ വന്ന് അവർക്കൂടെ വേണ്ടി പൊങ്കാലയിടുക. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പൊങ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇടങ്ങളിൽ നിന്ന് ആളുകൾ വരിക. അപ്പൊ ചേച്ചിക്കൊക്കെ എന്ന് വർഷം തിരുവനന്തപുരം അറിയുന്ന ഒരാളും കൂടെയാണ് ഇവിടെ എല്ലാം താമസിക്കുന്നെങ്കിൽ പോലും. അപ്പൊ ഇവിടുത്തെ ഒരു കൂട്ടായ്മ അത് ഈ പൊങ്കാലത്തിന് തന്നെ പ്രത്യേകമായിരുന്നു. അത് തീർച്ചയായിട്ടും നമ്മള് അമ്പലത്തിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ നമുക്കത് മനസ്സിലാവും. അവരുടെ വീടുകളൊക്കെ തുറന്നു കൊടുത്തിരിക്കുകയാണ്. പൊങ്കാല കടങ്ങൾ വെക്കാനും അവരുടെ സാധനങ്ങൾ വെക്കാനും അവർക്ക് വാഷ്റൂമിൽ പോകാനും. അപ്പൊ ആ ഒരു കൂട്ടായ്മ എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് മാത്രമാണ് നമുക്ക് തലസ്ഥാന നഗരി എന്നുള്ളത് മറക്കുകയാണ്. ശരിക്കും ഒരു ഭക്തി സാന്ദ്രമാകുകയാണ്. എല്ലാവരും ജാതി ഭേദ രാഷ്ട്രീയ ഭേദം ഇനി എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും പോലീസിന്റെയും ഒക്കെ ഒരുപാട് സന്നാഹങ്ങളോട് കൂടിയൊക്കെയാണ്. ഇന്നലെ അമ്പലത്തിൽ ചെന്നപ്പോ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ എന്താ നമ്മള് പറയില്ലേ, അവിടെ വരുമ്പം തിരക്കോ ബാക്കിയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വയ്യായികയോ ഒന്നും എല്ലാരും മറക്കുകയാണ്. ഇടിച്ചു കയറി പോവുകയാണ് അമ്മയെ കാണാൻ. പൊങ്കാല സമയത്ത് ഈ ചൂടും പുകയും പോലെ അതുപോലെ അല്ല, ഞാൻ പറയും ഇവിടെയൊക്കെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഷീറ്റൊക്കെ ഇട്ടിരുന്നു. അമ്പലത്തിന്റെ പ്രമിസസിലോട്ട് ചെല്ലുമ്പോ അതൊന്നും ഇല്ല. വെയിലൊക്കെ നിന്നിട്ടാണ് നമ്മളെക്കാളും പ്രായമുള്ളവരും വൈകാരികമുള്ളവരും ഒക്കെ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അമ്മയുടെ ഒരു ശക്തി തന്നെയാണ് അവരെ ഇവിടെ എത്തിക്കുക എന്ന് പറയുന്നത്. ശർക്കര പായസമാണ് എല്ലാ വർഷവും ചെയ്യുന്നത്. അപ്പൊ കുറെ പേര് കുറെ നിവേദ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഒക്കെ ചെയ്യാറുണ്ട്, പച്ചയപ്പം പുറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊക്കെ വന്നു ഞങ്ങളുടെ കഴിക്കണം കേട്ടോ. അപ്പൊ ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്യാം. കളിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കഴിച്ചിട്ട് വേണം പോവാൻ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.